മൃതേ മൃതേ, ഈ മഹാഭാരത യുദ്ധത്തിൽ ഈ മഹാരഥന്മാരായ ഭീഷ്മദ്രോണാദികളെ കൊല്ലാൻ സാധ്യമല്ല പാണ്ഡവന്മാർക്ക് നല്ല ബോധ്യമുണ്ട് കുന്തിക്ക്. കൃഷ്ണകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഭാരതയുദ്ധത്തിൽ തൻ്റെ ഉണ്ണികളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ കൃഷ്ണൻ കാത്തുരക്ഷിച്ചത്. നോക്കണം, അർജുനന് വേണ്ടി ഭഗവാൻ ഒരുപാട് ശരങ്ങൾ, കൂർത്തുമൂർത്ത ഭീഷ്മരുടെ ശരങ്ങൾ സ്വീകരിച്ചു. ഭഗവാന്റെ നേരൊക്കെ പൊട്ടിച്ചോര ഒഴുകി. പക്ഷേ ഭക്തന് പോറലേൽക്കാൻ ഭഗവാൻ സമ്മതിച്ചില്ല. ആ ഭക്തന് ആപത്ത് വരുന്ന സമയത്ത് തൻ്റെ പ്രതിജ്ഞ വലിച്ചെറിഞ്ഞുകൊണ്ട് ആയുധമെടുത്തവനാ കൃഷ്ണൻ. ഇത്രയാണ് ഭക്തന് വേണ്ടി ഭഗവാൻ ചെയ്യുന്ന കാരുണ്യം. അങ്ങനെയുള്ള ഭഗവാന്റെ അപാരമായ വാത്സല്യം ഇതാരറിയണു ഭഗവാനെ? ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുക ഭഗവാനെ മറക്കണ സമ്പത്തല്ലാട്ടോ വലുത്, ഭഗവാനെ എന്നും സ്മരിപ്പിക്കുന്ന ആ ആപത്താണ് ശരിക്കും സമ്പത്തെന്ന്. യഥാർത്ഥ സമ്പത്ത് എന്താ? ഭൗതിക സമ്പത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറക്കാനിടയുണ്ടേ. എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക. സമ്പന്നാരായണ സ്മൃതി, നിരന്തരമായ ഭഗവത് സ്മരണയാണ് സമ്പത്ത്. വിപദോ നൈവ വിപദ, സമ്പദോ നൈവ സമ്പദ. ഭൗതികമായ ആപത്തുകളൊന്നും ആപത്തല്ല. അവിടെയൊക്കെ ഭഗവാനെ ഓർമ്മിക്കാനും ആശ്രയിക്കാനും കഴിയുമെങ്കിൽ സമ്പദോ നൈവ സമ്പദ, ഭഗവാനെ വിസ്മരിപ്പിക്കുന്ന അഹങ്കാരത്തിനും അധപ്പതനത്തിനും കാരണമാകുന്ന സമ്പത്ത് സമ്പത്തേ അല്ല. പിന്നെ എന്താ യഥാർത്ഥ ആപത്ത്, യഥാർത്ഥ സമ്പത്ത്? വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പൻ നാരായണ സ്മൃതി. ഈശ്വരനെ മറക്കുക, എന്നിട്ടോ എൻ്റെ കഴിവിലും പഠിപ്പിലും ശക്തിയിലും ബുദ്ധിയിലും പണത്തിലും അഹങ്കരിച്ച അതാണ് ഏറ്റവും വലിയ ആപത്ത്. സമ്പത് നാരായണ സ്മൃതി, എല്ലാത്തിലും ഏതിലും ആ ഭഗവാന്റെ അദൃശ്യഹസ്തത്തെ കണ്ടുകൊണ്ട്, അവിടത്തെ സ്മരിച്ചുകൊണ്ട്, അവിടത്തെ ആശ്രയിച്ചുകൊണ്ട്, എല്ലാം അവിടുത്തെ കാരുണ്യമായി കണ്ട് ജീവിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല ഇത്രേ, അതിലും വലിയ സമ്പത്തില്ല അത്രേ. അതാണ് തനിക്ക് സാധിച്ചത്. നോക്കൂ, ഭഗവാനെ ആശ്രയിച്ചതുകൊണ്ട് കുന്തിക്ക് ആപത്തൊന്നും ആപത്തായി തോന്നിയില്ല. ഇപ്പം ഇതുവരെ ഉണ്ടായ ആപത്തുകളൊക്കെ തീർത്തു കൃഷ്ണൻ. മകനെ ചക്രവർത്തിയാക്കി വാഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഭഗവാൻ പോവാണല്ലോ. ഇപ്പം സമ്പന്നയായില്ലേ, എല്ലാ സുഖസൗകര്യങ്ങളും ആയില്ലേ. ഭഗവതി പറയാണ്, ഭഗവാനെ ഏതൊരു ഭഗവാന്റെ ദർശനം ഇനി ജനനമരണ സംസാര ദർശനത്തിന് ഇടവെക്കില്ലയോ, ആ സംസാരത്തിൽ നിന്ന് മോചനം നേടാൻ സഹായകമാകുമോ? അങ്ങനെയുള്ള ഭഗവത് ദർശനം ഉണ്ടാവണമെങ്കിൽ ആപത്തുണ്ടായാലേ ആവുള്ളൂവെങ്കിൽ ഭഗവാനെ വിരോധമില്ല, അവിടത്തെ ദർശിക്കാൻ ഇടവരുത്തുന്ന ആപത്തുകൾ ഇനി ഉണ്ടാവാൻ ഒരു വരം തരുമെന്ന് ആർക്കും ചോദിക്കാൻ പറ്റില്ല കേട്ടോ ഇത്ര ധൈര്യത്തോടെ. നമ്മളൊക്കെ സന്തതി സൗഖ്യം വരുത്തേണമീശ്വര, സന്താപമെല്ലാം അകറ്റേണമീശ്വര എന്നാ പ്രാർത്ഥന അല്ലേ. നമുക്ക് ആപത്തൊന്നും താങ്ങാനാവില്ല, കുന്തിക്ക് താങ്ങാം. കാരണം എന്താ? അത്രയാണ് ഭഗവാനിൽ പൂർണ്ണ സമർപ്പണം ചെയ്ത ഭാഗവതോത്തമയാണമ്മ. ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തവർക്കെല്ലാം ഭഗവാന്റെ കൃപയാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട് ഇങ്ങനെ, ഭഗവാനെ അവിടുന്ന് ഗുണാതീതനാണ്, ആത്മാരാമനാണ്, തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഭുക്തിയും മുക്തിയും കൊടുത്ത് അനുഗ്രഹിക്കുന്ന മോക്ഷസ്വരൂപനാണ്. പക്ഷേ എന്നിട്ടും അവിടുത്തെ മഹിമ മനസ്സിലാവണില്ല. അവിടത്തേക്ക് പ്രിയനും അപ്രിയനും ഇല്ല, എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണു. പക്ഷേ മൂഢന്മാരായ ആളുകൾ നമ്മളെ മാതിരി ഒരു മനുഷ്യബുദ്ധിയോടുകൂടി ഭഗവാനെയും കൃഷ്ണനെ കണ്ടുകൊണ്ട് ഭഗവാനിലും ഗുണദോഷങ്ങൾ ആരോപിക്കുന്നു. ഭഗവാന് പാർഷ്യാലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഭഗവാന് പ്രിയനുണ്ട് അപ്രിയനുണ്ട്, ഭഗവാൻ ചിലരെ അനുഗ്രഹിക്കുന്നു ചിലരെ വധിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു, ആരോപിക്കുന്നു. വാസ്തവത്തിൽ ഇതൊക്കെ നമ്മുടെ ബുദ്ധിദോഷ ഭഗവാനിൽ ആരോപിക്കുക. ഭഗവാനെ അവിടത്തേക്ക് ജന്മമില്ല, അവിടത്തേക്ക് കർമ്മമില്ല, എന്നിട്ടും അവിടുന്ന് എന്ത് അത്ഭുതമായ കർമ്മങ്ങളും എന്ത് ദിവ്യങ്ങളായ അത്ഭുതകരമായ കർമ്മങ്ങളും എന്തെന്ത് ജന്മങ്ങളും അവതാരങ്ങളോ കൈക്കൊള്ളുന്നത്. അവിടുത്തെ ജന്മമില്ലാത്ത അവിടത്തേക്ക് മത്സ്യകൂർമാദികളാവുന്ന അവതാരം ആവശ്യമുണ്ടോ? എല്ലാ യോനിയിലും ഭഗവാൻ അവതരിക്കണു അല്ലേ. തത് അത്യന്ത വിടംബനം. ഇതൊക്കെ ഭഗവാനെ അത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ, ആശ്ചര്യം എന്നേ പറയാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ഓരോ അവതാരവും അഭിനയമാണ്. പരമാത്മാവാവുന്ന നടൻ കെട്ടി അഭിനയിക്കുന്ന അഭിനയമാണ്. അതിലേറ്റവും നല്ല നടന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കണമെങ്കിൽ അത് കൃഷ്ണനാണ് കൊടുക്കേണ്ടത്. കുന്തി ആ കമ്മിറ്റിയിലുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക കൃഷ്ണനാണ് ഏറ്റവും വലിയ നടൻ. ഇനി ആ കൃഷ്ണാവതാരം തന്നെ ഒരു അഭിനയം, ഒരു നടൻ ഒരു വേഷം കെട്ടിയതാ. ആ കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ അനേകം വേഷങ്ങൾ കെട്ടി അഭിനയിച്ചു. അതാണ് അതിനേക്കാൾ രസം. ഏതെല്ലാം തരത്തിലാ ഭഗവാന്റെ അഭിനയം കണ്ടുപിടിക്കാൻ പറ്റില്ല അഭിനേതാവിനെ. പക്ഷെ കുന്തി എൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ അഭിനയമാണ്, നീ പരമാത്മാവാണെന്ന് കണ്ടുപിടിച്ചുവെങ്കിൽ കുന്തിയുടെ ആത്മീയമായ നിലയൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ സ്വന്തം കുടുംബത്തിൽ പിറന്ന സ്വന്തം ആങ്ങളയുടെ മകനെ, എട്ടൻ്റെ മകനെ പരമാത്മാവായി ഈശ്വരനെ ആയി കണ്ട് ആരാധിക്കാൻ കഴിയുക, ആ കൃഷ്ണനിൽ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഹൃദയശുദ്ധി, ആ അമ്മയുടെ മനസ്സിൻ്റെ വലിപ്പം, ആ ദേവിയുടെ ആ ആധ്യാത്മികമായ ഒരു ഉയർച്ച എത്രയുണ്ട് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഈശ്വരൻ തന്നെ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് മനസ്സിലാവണില്ല അല്ലേ, പിന്നെ സംശയം.